ഹായ് ഹലോ എല്ലാവർക്കും ആശസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ ഉത്സവം തീരുന്നവരെ എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന്. അപ്പോൾ ഇന്ന് 6th ഡേ ആണ്. ഇന്ന് ഞാൻ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കും തിരക്കായിരുന്നു ഇന്ന്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു എൻട്രൻസിൽ ഉണ്ടായ ആ ഒരു തിരക്ക്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. പക്ഷേ ഒരു തിക്കും തിരക്കുള്ളത് കൊണ്ട് തന്നെ അവിടെ സെൻറ്ററിൽ റോഡുണ്ട്, അതിലൂടെ പോകാനുള്ള പെർമിഷൻ പോലീസ് തന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദൂരം വരെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി പോകണം. 2 ദിവസം മുന്നേ മഴയായതുകൊണ്ട് തന്നെ ഇന്നലെ ഒന്നും ഇവിടെ റൈഡൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നൊക്കെ റീഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഒരുപാടുണ്ട്. നല്ല ഭംഗിയാണ് ഇതൊക്കെ നമുക്ക് കണ്ട് പോകാനായിട്ട്. അപ്പം പിന്നെ മെയിനായിട്ടും ഇവിടെ ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈഡ്സ്, അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ്, ഫുഡ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ വന്ന് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം ഇന്ന് ഇവിടെ മ്യൂസിക്കിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റേജാണ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇനി അമ്പലത്തിനുള്ളിൽ കയറി തൊഴണം എന്നുണ്ട്. നട തുറന്നിട്ടുണ്ടോ എന്നറിയില്ല, അത് നോക്കണം. പക്ഷേ നട തുറന്നിട്ടുണ്ടായില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ അമ്പലത്തിൻ്റെ പുഴിയിലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ട് അടിച്ച് ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ ആനേനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ആനേൻ്റെ ഉത്സവം സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആനപ്പന്തലിൽ കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി. സാധാരണ 4 ആനയാണ് ഇന്നലെ വരെ ഉണ്ടായത്, പക്ഷേ ഇന്ന് 5 ആന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്സവത്തിന് 5 ആനയുണ്ടായിരുന്നു. അങ്ങനെ ആനേനെയും കണ്ടു ഇറങ്ങി. അപ്പം നട തുറന്നിട്ടുണ്ടായി. ഉള്ളിൽ കയറി തൊഴുതു ഇറങ്ങി. ഇനി ഇങ്ങനെ കുറേ ചുറ്റി നടന്ന് ഒന്നും കൂടി ഒന്ന് കറങ്ങാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം, അത്രയേ ഉള്ളൂ. അപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ അവിടേക്ക് ഒന്ന് കറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ചുറ്റുവട്ടമൊക്കെ കാണാൻ. പിന്നെ ഇത് അമ്പലക്കുളത്തിൻ്റെ ആ ഒരു സൈഡിൽ കൂടിയാണ് ഇന്ന് പോയത്. പിന്നെ ഒരുപാട് നടന്നില്ലേ, അപ്പോൾ കുറച്ച് ഒന്ന് ദാഹിക്കുകയൊക്കെ ചെയ്തു, വിശപ്പൊക്കെ വന്നു. എന്നാൽ ഒരു വത്തക്ക ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു വത്തക്ക ജ്യൂസ് കുടിച്ചു. പിന്നെ പാനിപൂരിയും അതുപോലെ തന്നെ മസാലപ്പൂരിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനും ഓർഡർ കൊടുത്തു. പക്ഷെ വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഹിന്ദിക്കാരുടെ അടുത്ത് വാങ്ങുന്ന ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനെ അതും കൂടി കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി. കുറച്ച് ദൂരം എത്തിയപ്പം അവിടെ ഷവർമ്മ കണ്ടു. എന്നാൽ പിന്നെ ഷവർമ്മ കൂടി ഒന്ന് കഴിക്കാം. ഷവർമ്മയും ജ്യൂസും കൂടി കഴിച്ചു. അതും കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ ബൈ.